is fully protected. ഈ പാചകവാതകത്തിന്റെ കാര്യത്തിൽ ആശങ്കയുടെ കാര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ആളുകൾ പരിഭ്രാന്തരായി പാചകവാതകം ബുക്ക് ചെയ്യുകയാണ്. 50 ലക്ഷം സിലിണ്ടറുകൾ പ്രതിദിനം വിതരണം ചെയ്യുന്നുണ്ട്. കൂടുതൽ വാണിജ്യ സിലിണ്ടറുകൾ വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കുമെന്നും വിവിധ മന്ത്രാലയങ്ങൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിൽ തീയതിയും സമയവും കാണിക്കണമെന്ന് വാർത്താ ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ശരത് ലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരത്ത്, ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി പറഞ്ഞ പോലെ ഈ ഇന്ധനക്ഷാമം എന്ന പേരിൽ കൂടി ചിലരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇന്നൊരു വ്യക്തത വരുത്തി. പിന്നുള്ളത് ഈ പാചകവാതക ക്ഷാമമാണ്. അതും ഗാർഹിക ഉപഭോക്താക്കൾക്ക് അത് വലിയ പ്രശ്നമുണ്ടാകില്ല എന്നൊരു സ്ഥിരീകരണം കൂടി നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടറുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഇറാനിൽ നിന്ന് നമ്മുടെ ഈ 2 വെസൽസിന് അനുമതി നൽകിയെന്നും ഒരു വെസൽ ഇവിടേക്ക് എത്തിയെന്നുമുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൽ നേരത്തെ ഈ ഉപദേഷ്ടാവ് സംസാരിക്കുന്ന സമയത്ത്, വക്താവ് സംസാരിക്കുന്ന സമയത്ത് അതിലൊരു വ്യക്തത വരുത്തുകയോ എന്നാൽ ആ വാർത്തയെ തള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നില്ല. കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് പറയുന്നത്? ഗുഡ് ഈവനിങ് ശ്രീലക്ഷ്മി. കേന്ദ്ര വിവിധ മന്ത്രാലയങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി തല വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച സമ്പൂർണ്ണമായ ഒരു വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് പിറകെയാണ് വിവിധ മന്ത്രാലയങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയത്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനപ്പെട്ട ഗ്രാമീണ LPG ക്ഷാമമില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ LPGയിലേക്ക് ജനങ്ങൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി വ്യാപകമായ പരിഭ്രാന്തിയോടെ ബുക്ക് ചെയ്യുന്നു എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് മന്ത്രാലയ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള കാലാവധി സമയപരിധി 45 ദിവസമാക്കിയിരിക്കുന്നു. നേരത്തെ അത് 25 ദിവസമായിരുന്നു. അതാണ് ഈ നഗരകേന്ദ്രങ്ങൾ ഇപ്പോൾ 25 ദിവസമായി നേരത്തെ നിജപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിൽ, അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ അത് 45 ദിവസമായി ഉയർത്തിയിരിക്കുന്നു ആ ഇടവേള എന്നതാണ്. അതുപോലെ തന്നെ മണ്ണെണ്ണ എല്ലാ സംസ്ഥാനങ്ങൾക്കും 48 ലക്ഷം കിലോ ലിറ്റർ മണ്ണെണ്ണ അനുവദിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങൾക്കും പാചകത്തിന് മണ്ണെണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട, ജില്ലാതല സംസ്ഥാനതല കോർഡിനേഷൻ സമിതികൾ രൂപീകരിക്കണം. കരിഞ്ചന്തി പൂത്തിവെടുപ്പും വിതരണവും സുഗമമാക്കാൻ ജില്ലാതല സംസ്ഥാനതല എണ്ണ കമ്പനികളുമായിട്ടുള്ള കോർഡിനേഷൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം എന്നതാണ് മൂന്നാമത്തെ നിർദ്ദേശം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ ഊർജ്ജ പ്രതിസന്ധിയെ വളരെ ഗൗരവമായിട്ട് സർക്കാർ കാണുന്നെന്ന് എടുത്ത നടപടികൾ വ്യക്തമാക്കും. കാരണം 28 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പതാകയുള്ള 78 കപ്പലുകളും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് ഹോർമോസ് കടലിടുക്കിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ 70 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റുവെന്നും വിദേശകാര്യ വക്താക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ 3 ഇന്ത്യൻ നാവികർക്ക് മരണം സംഭവിച്ചു എന്നും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും വിവിധ കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥല വിശദീകരണം നടത്തിയത്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇതും കോൺഗ്രസും ഉന്നയിച്ച ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഈ വിശദീകരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ശ്രീലക്ഷ്മി.